ഒരുപാട് വീട്ടമ്മമാർ മെസ്സേജിലൂടെ ചോദിച്ചൊരു കാര്യമാണ് അംഗൻവാടികളിൽ നിന്ന് ലഭിക്കുന്ന അമൃതം പൊടിയെക്കുറിച്ച് ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്ന്. അപ്പോൾ പിന്നെ ചെയ്തേക്കാമെന്ന് കരുതി. എന്നും നോക്കാറുള്ളത് പോലെ തന്നെ ഈ സമ്പൂർണ്ണ പോഷകാഹാരത്തിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കി. അവരതിൽ വളരെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് 45%, കടലപ്പരിപ്പ് 15%, നിലക്കടല 10%, സോയ 10%, പിന്നെ ഷുഗർ 20%. സജിൻ എന്ന ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്നും അതെങ്ങനെ നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ വ്യക്തമാക്കി തരാറുണ്ട്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പോയി തീർച്ചയായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കേരള സർക്കാർ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ന്യൂട്രി ഫുഡ് ഉണ്ട്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഫുഡ് കൊടുക്കുന്നത്. അമൃതം പൊടി എന്നാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് ഒരുപാട് ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ള നല്ലൊരു ഫുഡാണ്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഷുഗറിൻ്റെ ഒരു ആവശ്യകതയില്ല. ഇതേപോലെ സിമിലർ സിറ്റുവേഷൻ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സെർലാക്ക് എന്നൊരു വലിയ ബ്രാൻഡിന് അവർക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരും അവരുടെ പ്രൊഡക്റ്റിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇന്ത്യ പോലെയുള്ള മാർക്കറ്റിലേക്ക് അയക്കുന്ന പ്രൊഡക്ട്സിൽ മാത്രമാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രൊഡക്ട്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. മാത്രമല്ല ചില ഐറ്റംസ് ഉണ്ട്, സോയ പോലെയുള്ള ചില ഇൻഗ്രീഡിയൻസ് കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കുന്നതുമുണ്ട്. അപ്പോൾ അതിൻ്റെ വാർണിങ്സും ശരിക്കും ഈ പ്രൊഡക്ട്സിന് പുറത്ത് കൊടുക്കേണ്ടതാണ്. അതും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ അദ്ദേഹത്തിന് ആ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം.